നമസ്കാരം. കേരള സർക്കാർ സർവീസിലെ ചില പ്രത്യേകതരം അവധികളെക്കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട്, അല്ലേ? ഇന്ന് നമ്മൾ അത്തരം രണ്ട് അവധികളെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത്. ഒന്ന്, പ്രത്യേക അവശതാ അവധി, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. പിന്നെ മറ്റൊന്ന്, ആശുപത്രി അവധി, ഹോസ്പിറ്റൽ ലീവ്. ഇതിന്റെയൊക്കെ വിവരങ്ങൾ കേരള സർവീസ് ചട്ടങ്ങൾ, അതായത് നമ്മുടെ KSRൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു വ്യക്തത തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തീർച്ചയായും. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവകാശങ്ങളെപ്പറ്റി, പ്രത്യേകിച്ചും ഇത്തരം ചില സവിശേഷ സാഹചര്യങ്ങളിൽ കിട്ടുന്ന അവധികളെപ്പറ്റി ഒരു ധാരണയുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. നിയമങ്ങൾ അറിയുന്നത് ആവശ്യം വരുമ്പോൾ സഹായകരമാവുമല്ലോ. ശരിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രത്യേക അവശതാ അവധിയിലേക്ക് കടക്കാം, അല്ലേ? എന്താണ് ഈ അവധി? എപ്പോഴാണ് ഇത് കിട്ടുക? ഇത് പ്രധാനമായിട്ടും ജോലി സംബന്ധമായ കാരണങ്ങൾക്കാണ്. അതായത് ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിലോ അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നതുകൊണ്ടോ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ട് ഒരു അവശത വന്നാൽ, ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അപ്പോഴാണത് അനുവദിക്കുക. ചിലപ്പോൾ ചെയ്യുന്ന ജോലിക്കൊരു പ്രത്യേകതയുണ്ടാവാം. സാധാരണ ജോലിയേക്കാൾ കൂടുതൽ രോഗം വരാനോ പരിക്കേൽക്കാനോ സാധ്യതയുള്ളൊരു ജോലിയാണെങ്കിലും അതും ഇതിന്റെ പരിധിയിൽ വരാം. ഓക്കെ. അപ്പോ ജോലിസ്ഥലത്ത് വെച്ചൊരു ആക്സിഡന്റ് പറ്റിയാല് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്? അതെ. ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട യാത്രയിലോ മറ്റോ ഉണ്ടാകുന്ന ആകസ്മികമായ പരിക്കുകൾ ഇതിൽപ്പെടും. പക്ഷേ മനഃപൂർവ്വമുണ്ടാക്കിയ പരിക്കാവരുത്. പിന്നെ ഒരു പ്രധാന കാര്യം, ഇങ്ങനെ സംഭവിച്ചാൽ സാധാരണഗതിയിൽ 3 മാസത്തിനകം ഇത് റിപ്പോർട്ട് ചെയ്യണം, അപേക്ഷിക്കണം. പിന്നെ തീർച്ചയായും ഒരു അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. അത് നിർബന്ധമാണ്. എത്ര കാലം വരെ ഈ അവധി കിട്ടാൻ സാധ്യതയുണ്ട്? പിന്നെ ശമ്പളത്തിന്റെ കാര്യം എങ്ങനെയാണ്? ഒരു പ്രാവശ്യം ഒരു പരിക്കിന് പരമാവധി 24 മാസം വരെയാണ് സാധാരണയായി അനുവദിക്കുക. അതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച്. ഒരുമിച്ചാവില്ല, പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും സാധാരണ അനുവദിക്കുക. ശമ്പളമോ? ശമ്പളം ആദ്യത്തെ 4 മാസം നിങ്ങൾക്ക് ഏൺഡ് ലീവ് എടുക്കുമ്പോൾ കിട്ടുന്ന അതേ ശമ്പളം, അതായത് ഫുൾ സാലറി കിട്ടും. അത് കഴിഞ്ഞുള്ള ബാക്കി കാലയളവിൽ പകുതി ശമ്പളമാണ് ലഭിക്കുക, ഹാഫ് പേ ലീവ് പോലെ. ശരി. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അവധി നിങ്ങളുടെ ലീവ് അക്കൗണ്ടിൽ നിന്ന് കുറയില്ല, അത് വേറെ തന്നെ നിൽക്കും. പെൻഷനുള്ള സർവീസ് കണക്കാക്കുമ്പോൾ ഇത് ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക. താൽക്കാലിക ജീവനക്കാർക്കും ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടിത് കിട്ടും. ഓക്കെ. അപ്പോ അത് ഏകദേശം വ്യക്തമായി. ഇനി മറ്റേതിലേക്ക് വരാം. ഹോസ്പിറ്റൽ അവധി, ഹോസ്പിറ്റൽ ലീവ്. ഇത് ആർക്കൊക്കെയാണ് പ്രധാനമായും കിട്ടുന്നത്? ഇത് മറ്റേതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആഹാ, ഇവിടെയാണ് ഒരു പ്രധാന വ്യത്യാസം വരുന്നത്. ഈ ആശുപത്രി അവധി എന്ന് പറയുന്നത് എല്ലാ സർക്കാർ ജീവനക്കാർക്കുമുള്ളതല്ല. KSRല് ചട്ടം 103 ചില പ്രത്യേക വിഭാഗം ജീവനക്കാരെ എടുത്തു പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ റാങ്ക് വരെയുള്ളവർ, പിന്നെ ഫയർ സർവീസിലെ ലീഡിംഗ് ഫയർമാൻ റാങ്കോ അതിൽ താഴെയോ ഉള്ളവർ, ഫോറസ്റ്റിലെ ചില സബോർഡിനേറ്റ് ജീവനക്കാർ, ജയിലുകളിലെയും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെയും വാർഡർമാർ, പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ, എക്സൈസ് ഗാർഡുകൾ, പ്രിവെന്റീവ് ഓഫീസർമാർ, അങ്ങനെ കുറച്ച് വിഭാഗങ്ങൾക്കാണ് ഇത് പ്രധാനമായും ബാധകമാവുന്നത്. ശരി. അപ്പോ ഈ പറഞ്ഞ വിഭാഗക്കാർക്ക് എന്ത് കാരണം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഇത് കിട്ടുക? അവിടെയാണ് വ്യത്യാസം. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ചില അപകട സാധ്യതകൾ, അതായത് റിസ്ക് ഇൻ കാർഡ് എന്ന് പറയും, അത് കാരണം നേരിട്ടുണ്ടാകുന്ന ഒരു അസുഖം അല്ലെങ്കിൽ പരിക്കിന് ചികിത്സയിലിരിക്കുമ്പോഴാണ് ഇത് അനുവദിക്കുന്നത്. അതായത് ആ ജോലിയിൽ തന്നെ ഉള്ളടങ്ങിയിട്ടുള്ള ചില റിസ്കുകൾ ഉണ്ടാവുമല്ലോ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കണം കാരണം. ഇവിടെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം നിങ്ങളുടെ ഓഫീസ് മേധാവി ഈ അസുഖം അല്ലെങ്കിൽ പരിക്ക് ജോലിയിലെ ആ റിസ്ക് കാരണം തന്നെയാണ് ഉണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റും വേണം. ഇതിന്റെ ശമ്പള വ്യവസ്ഥകൾ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ അവധിയുമായി സാമ്യമുണ്ടോ? ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ആദ്യത്തെ 120 ദിവസം, അതായത് ഏകദേശം 4 മാസം പൂർണ്ണ ശമ്പളം കിട്ടും, നേരത്തെ പറഞ്ഞതുപോലെ. അതിനുശേഷമുള്ള കാലയളവിൽ പകുതി ശമ്പളമാണ് ലഭിക്കുക. പ്രത്യേക അവശതാവധി പോലെ തന്നെ ഈ ആശുപത്രി അവധിയും നിങ്ങളുടെ ലീവ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കില്ല. മറ്റുള്ള ലീവുകളുമായിട്ട് ചേർത്തെടുക്കാനും പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചുരുക്കി പറഞ്ഞാലോ? രണ്ടും ജോലി സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കിട്ടുന്ന അവധികളാണ്. പക്ഷെ പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതെ. ഒന്ന്, പ്രത്യേക അവശതാവധി, അതായത് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. അത് ജോലിയുടെ ഭാഗമായോ
അതിന്റെ അനന്തരഫലമായോ ഉണ്ടാകുന്ന പരിക്കുകൾക്കോ അല്ലെങ്കിൽ ചില പ്രത്യേക ഡ്യൂട്ടി മൂലമുള്ള രോഗങ്ങൾക്കോ ആണ്. ഇതിന് അർഹത നേടാൻ സാധ്യതയുള്ള ജീവനക്കാരുടെ വിഭാഗം കുറച്ചുകൂടി വലുതാണ്. വ്യവസ്ഥകൾ പാലിക്കുന്ന ആർക്കും കിട്ടാം. ശരി. എന്നാൽ ആശുപത്രി അവധി, ഹോസ്പിറ്റൽ ലീവ്, അത് ജോലിയിൽ അന്തർലീനമായ ചില അപകടസാധ്യതകൾ കാരണം നേരിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ്. മാത്രമല്ല, അത് KSRL എടുത്തു പറഞ്ഞിട്ടുള്ള ചില പരിമിതമായ വിഭാഗം ജീവനക്കാർക്ക് മാത്രമേ ലഭിക്കുകയുമുള്ളൂ. അതാണ് പ്രധാന വ്യത്യാസം. ശമ്പളത്തിന്റെ കാര്യത്തിൽ ആ ആദ്യത്തെ ഒരു 4 മാസം അല്ലെങ്കിൽ 120 ദിവസം പൂർണ്ണ ശമ്പളവും പിന്നീട് പകുതി ശമ്പളവും എന്നത് രണ്ടിലും ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ ആർക്കൊക്കെ കിട്ടും, എന്ത് കാരണത്താൽ കിട്ടും എന്നതിലാണ് കാര്യമായ വ്യത്യാസം, അല്ലേ? അതെ അതെ. പിന്നെ രണ്ടും നിങ്ങളുടെ നോർമൽ ലീവ് ബാലൻസിനെ ബാധിക്കില്ല എന്നതും ഒരു പ്രധാന പോയിന്റാണ്. തീർച്ചയായും. അതാണ് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. അപ്പോ കേരള സർവീസ് ചട്ടങ്ങളിലെ ഈ 2 പ്രധാന അവധികളെക്കുറിച്ച്, പ്രത്യേക അവശത അവധിയും ആശുപത്രി അവധിയും, നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കാം. ഈ നിയമങ്ങളൊക്കെ ജീവനക്കാർക്കൊരു സപ്പോർട്ടാണെങ്കിലും ഈ കൃത്യനിർവഹണത്തിന്റെ അനന്തരഫലം അല്ലെങ്കിൽ ജോലിയിലെ അപകടസാധ്യത എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ കേസിലും പ്രായോഗികമായി എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് സങ്കീർണമാവാൻ സാധ്യതയില്ലേ? അതൊരു ആലോചിക്കേണ്ട വിഷയമാണ്. ശരിയാണ്, അതൊരു നല്ല പോയിന്റാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും ആഴത്തിൽ സംസാരിച്ചതിന് നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.